Mark your attendance. Okay, page number 112. Trees, our friends. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതാണ് പഠിച്ചത് അല്ലേ? Trees, our friends എന്നുള്ള പോർഷൻ ആണ്. Trees are our friends. They give us many things. They are paper, wood, oil, eraser, cotton, fruits. Okay. The trees are our friends. നമ്മൾ അതിനു മുമ്പത്തെ ക്ലാസ്സിൽ സീഡ് എങ്ങനെയാണ് ഒരു ട്രീ ആകുന്നത് അതിന്റെ ഓരോ സ്റ്റേജസ് ഒക്കെ പഠിച്ചു അല്ലേ? എന്താണ് അൻവിത വായിക്കുന്നുണ്ടോ? ഓക്കെ, മിസ് ചോദിക്കാം ഓരോരുത്തരോടായിട്ട്. സോ ഫസ്റ്റ് അതിൽ നമ്മള് ട്രീ ഒരു സീഡ് എങ്ങനെയാണ് ഒരു ട്രീ ആയിട്ട് വളർന്നു വരുന്നത് അതിന്റെ സ്റ്റേജസ് ഒക്കെ പഠിച്ചു അല്ലേ? ആദ്യം എന്താണ് ഒരു സീഡ് എന്ത് ചെയ്യും? കുഴിച്ചിടും, പിന്നെ അത് സാപ്ലിംഗ് ആവും, ചെറിയ പ്ലാന്റ് ആവും, then ബിഗ് ട്രീ ആവും, then അതില് ഫ്രൂട്ട്സ് ഒക്കെ ബെയർ ചെയ്യും, ചിൽഡ്രൻ ഒക്കെ ഫ്രൂട്ട് കഴിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? then ഈ ട്രീസ് കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ട്, കുറേ ആവശ്യങ്ങൾ ഉണ്ട് ഇതിനെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ട്രീ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട് അല്ലേ? സോ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ട്രീ കൊണ്ടാണ് അല്ലേ? അതിന്റെ വുഡ് യൂസ് ചെയ്തിട്ടാണ്. then വുഡ്, കുറേ വുഡൻ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, നമ്മൾ വുഡൻ ഐറ്റം ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ടേബിള്, ഫർണിച്ചർ, ചെയർ, ഇതൊക്കെ വുഡൻ ആണ് അല്ലേ? വുഡ്. then oil, eraser, cotton, fruits. These are the things trees are give us. Okay, paper, wood, oil, eraser, cotton, then fruits. Okay, അൻവിത വീഡിയോ ഓൺ ചെയ്തേ, എന്നിട്ട് വായിച്ചേ. അൻവിത എവിടെയാണ്? പോയോ? അൻവിതയുടെ ക്ലാസ് കട്ടായിന്ന് തോന്നുന്നു അല്ലേ? then ഇഷാനി വായിച്ചു മോളെ. book, paper, wood, 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 eraser, oil, cotton, fruits. Okay, paper, wood, oil, eraser, cotton, fruits. Okay. ലുബാബ വായിക്കാം. ലുബാബ വായിച്ചേ. പേപ്പർ, eraser, wood, oil, cotton, fruits. Okay. Paper, wood, oil, eraser, cotton, fruits. മിസ് വിളിക്കാം. എല്ലാരും ശബ്ദം ഉണ്ടാക്കരുത്, അങ്ങനെയാണെങ്കിൽ മിസ് എല്ലാരെയും മ്യൂട്ട് ചെയ്യും. then മുഹമ്മദ് ഷാസിൽ വായിച്ചേ. Paper, eraser, wood, oil, cotton. Okay, ഷാസിൽ. then അൻവിത. അൻവിത. Yes. അൻവിത വായിച്ച മോളെ. എല്ലാവരെയും മിസ് വായിപ്പിക്കും.
കേട്ടോ? അൻവിതേനെ വിളിച്ചപ്പോ അൻവിത കട്ടായി പോയില്ലേ? അതുകൊണ്ട് വീണ്ടും അൻവിതേനെ തന്നെ മിസ് വിളിച്ചേ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് മോളെ അൻവിത. അൻവിതയ്ക്ക് റേഞ്ചിന്റെ ഇഷ്യൂ ആണ് മോളെ. മിസ്സിന് ക്ലിയർ ആകുന്നില്ല. ദെൻ ആദ്യ വായിച്ചേ മോളെ. Paper, wood, oil, eraser, fruit, cotton. ഓക്കെ. ദെൻ ഫാത്തിമ ജാബർ വായിച്ചേ മോളെ. Paper, wood, oil, rice, eraser, cotton, fruit. ഓക്കെ. പേപ്പർ, വുഡ്, ഓയിൽ, eraser, cotton, fruits. Then ആയിഷ അമാന വായിച്ചേ. Paper, ഉം, wood, ഉം, oil, ഉം, eraser, ഉം, eraser, eraser. cotton, ഉം. fruits. ഓക്കെ. Then Aiden J Matthew വായിച്ചു മോനോ. Paper, wood, oil, eraser, cotton, fruits. Okay. Paper, wood, oil, eraser, cotton, fruits. These are the things. Trees are given. Okay. Then Umar വായിച്ചേ. Paper, Paper, wood, oil, eraser, cotton, fruit. Okay. Paper, wood, oil, eraser, cotton, fruits. Then Abhinav വായിച്ചേ മോനെ. ഇവിടെ Paper, ഉം, wood, ഉം, oil, ഉം, eraser, ഉം, ഉം, cotton, ഉം. fruits. Okay. Okay. Then ഷഹൽ. ഓക്കെ ഫാത്തിമ, മിസ് ചോദിക്കാം. ഷഹൽ ഒന്ന് വായിക്കട്ടെ. എന്താണ്? വുഡ് കണ്ടോ? വുഡ് ഉണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ വുഡൻ ചെയറും ടേബിളും ഒക്കെ ഉണ്ടാക്കുന്നു. ഓക്കെ. Wood, oil, eraser, cotton, fruits. ഓക്കെ. പേപ്പർ, വുഡ്, ഓയിൽ, എറേസർ, കോട്ടൺ, ഫ്രൂട്ട്. ദെൻ ഫാത്തിമ മെഹറിൻ. Paper, wood, oil, eraser, cotton, fruits. ഓക്കെ. ഓക്കെ. ദെൻ നൂഹ വായിച്ചേ. Paper, ഉം, wood, ഉം, oil, eraser, cotton, fruits. ഓക്കെ. പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ, ഫ്രൂട്ട്സ്. ദെൻ ആദിശ്രീ. Paper, wood, oil, eraser, cotton, fruits. ഓക്കെ. പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ, ഫ്രൂട്ട്സ്. ദെൻ ഏബൽ സിൻറ്റോ. Paper, ഉം, wood,
oil, eraser, cotton, fruits. Okay. Paper, wood, oil, eraser, cotton, fruits. Adish. വായിച്ചേ ആദിഷേ. Paper, wood, eraser, oil, cotton, fruit. Okay. Paper, wood, oil, eraser, cotton, fruits. Fruits. Okay. Then then Vaiga. Trees our friends. Hmm. Trees are our friends. They give us many things. Paper, wood, oil, eraser, cotton, fruit. Okay. Okay, മോളെ. Then Zia Fatima വായിച്ചു മോളെ. Paper, wood, eraser, oil, cotton, fruit. Okay. Paper, wood, oil, eraser, cotton, fruits. Then Rian. WOOD. Trees are our friends. Give us many. They give us many things. They give us many things. ഏതൊക്കെയാണ് ട്രീസ് തരുന്നത്? Paper, wood, oil, eraser, cotton, fruits. Okay, Rian. Then Mohammed Rafan. Paper, wool, eraser, oil, eraser, cotton, fruits. Okay. Then Nitasha. Paper, wood, oil, eraser, cotton, fruits. Okay. Paper, wood, oil, eraser, cotton, fruits. Then അടുത്ത ദിവസം ഈ വേർഡ്സ് 1 2 3 4 5 6 വേർഡ്സ് ആ ഉള്ളത് അല്ലേ? ഇത് നെക്സ്റ്റ് ഡേയിൽ മിസ് ഡിക്റ്റേഷൻ ഇടും കേട്ടോ. ഈ 6 വേർഡും പഠിക്കണേ, സ്പെല്ലിങ്ങും ഈ വേർഡ്സും കേട്ടോ. സിമ്പിൾ വേർഡ്സ് ആണ്. Then അൻവിത. Yes, miss. വായിച്ചോ മോളെ. Miss, എന്താണ്? ഇത് വായിച്ച. ഏതാണ്? ഇത്. അത് വായിക്കാനാണോ? നമ്മളിപ്പോ ഇതല്ലേ പറയുന്നത്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? ഇപ്പൊ ഇതൊന്ന് വായിച്ചേ. ട്രീസ് അവർ ഫ്രണ്ട്സ്. എന്താണ്? വുഡ്. WOOD. വുഡ് ആണ് കേട്ടോ. വൂളല്ലേ, വുഡ് എന്നാണ് വായിക്കാം. Wood, oil, eraser, cotton, fruits. Okay.
പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ, ഫ്രൂട്ട്. Then ഇനി ആരെങ്കിലും മിസ് വിളിക്കാനുണ്ടോ? ഡെൽവിൻ. ഓ, ഡെൽവിൻ ഉണ്ട് അല്ലേ? ഡെൽവിൻ വായിച്ചിട്ടില്ലല്ലോ. paper, food, wood, eraser, oil, cotton, fruits. Okay. Paper, wood, oil, eraser, cotton, fruits. Then ആരെങ്കിലും ഉണ്ടോ? ഇഷാനി വായിച്ചു, ഷഹൽ, സിയ ഫാത്തിമ, നിതാഷ, ആദ്യ, then ഫാത്തിമ ജാബർ, ആദിശ്രീ, ലുബാബ. ആദിഷ് വായിച്ചല്ലോ, വായിച്ചു അല്ലേ? then ആരും ഇല്ലല്ലോ. എന്താ മോളെ അൻവിത? ആ പാട്ട് പാടാം നമുക്ക്. മിസ് നെക്സ്റ്റ് പേജിൽ ഉള്ളതും കൂടെ ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് പാട്ട് പാടാം കേട്ടോ. ഓക്കെ ഓക്കെ. then നോക്ക, take the next page 113. save water. Save water. We know that water is very precious. We want to save water അല്ലേ? എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്താണ്? വെള്ളം സംരക്ഷിക്കണം, വെള്ളത്തിനെ സൂക്ഷിക്കണം, വെള്ളം വേസ്റ്റ് ചെയ്യരുത്, വെള്ളം വളരെ പ്രഷ്യസ് ആണ് എന്ന് നമ്മൾ പറയാറില്ലേ? വളരെ വിലമതിക്കാനാവാത്ത ഒന്നാണ് വെള്ളം അല്ലേ? വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നിൽക്കാം, വെള്ളമില്ലാതെ പറ്റുമോ? ഇല്ല. എന്താ മോളെ അൻവിത? പേജ് നമ്പർ പേജ് ആണ്. ട്രീസ് അവർ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് സേവ് വാട്ടർ എന്നുള്ള പേജ് 113 113. കണ്ടോ? സേവ് വാട്ടർ. നെക്സ്റ്റ് പേജ് ആണ് മോളെ. നമ്മുടെ മോള് നേരത്തെ വായിക്കണം എന്ന് പറഞ്ഞില്ലേ, ദ സ്റ്റോറി ഓഫ് എ പ്ലാന്റ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേജിലുണ്ട് 113. പേജ് നമ്പറിന്റെ സൈഡിൽ അല്ലെ? പേജ് നമ്പർ എവിടെയാ ഉണ്ടാവുക? പേജിന്റെ ഒരു സൈഡിലാണ് ഉണ്ടാവുക, ഒരു സെന്ററിലായിട്ട് ഒരറ്റത്താ ഉള്ളത് 113. സോ സേവ് വാട്ടർ. ദീസ് ചിൽഡ്രൻ സേവ് വാട്ടർ. ഡു യു? ഈ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? വെള്ളം സേവ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നാ ചോദിക്കുന്നേ. ഉണ്ടോ? യെസ് ഓർ നോ? വെള്ളം സേവ് ചെയ്യാറുണ്ടോ ഷാലെ? ഉണ്ട് അല്ലേ? ഓക്കെ, ഷാലൊക്കെ വെള്ളം സേവ് ചെയ്യാറുണ്ട്. എങ്ങനെയാ സേവ് ചെയ്യുന്നത് വെള്ളം? വെള്ളം കളയാണ്ടി. വെള്ളം കളയാതെ അല്ലേ? ശ്രദ്ധിച്ച് ഒരുപാട് വെള്ളമൊന്നും വേസ്റ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ടാപ്പൊക്കെ തുറന്ന് വെള്ളം എടുത്ത് അങ്ങനെയാണ് നമ്മൾ വെള്ളം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് പിക്ചർ നോക്കുക. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. വാട്ട് ഇസ് ദാറ്റ്? എന്താണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നേ? യെസ്, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രഷ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ബ്രഷ് അവർ teeth. So here a boy is brushing her teeth, and while brushing the tap is off അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക, വെള്ളം ഒരുപാട് കളയാതെ. ചില ആളുകൾ എങ്ങനെയാണ്? ബ്രഷ് ചെയ്യുന്ന സമയം മുഴുവൻ എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? പക്ഷെ ബ്രഷ് ചെയ്തിട്ട് നമ്മളൊക്കെ അത് ക്ലീൻ ചെയ്ത് കഴുകാറാവുമ്പോൾ മാത്രമേ എന്ത് വേണ്ടു? വെള്ളം തുറക്കണ്ടു അല്ലേ? ആവശ്യത്തിന് മാത്രം വെള്ളം ഓൺ ചെയ്യുക. ആവശ്യം കഴിഞ്ഞ ഉടനെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കാനും വാഷ് ചെയ്യാനും ഒക്കെ വേണ്ടി മാത്രം വെള്ളം തുറക്കുക. ബ്രഷ് ചെയ്യുന്ന ടൈം മുഴുവൻ. ചില ആളുകളുണ്ട് അങ്ങനെ. നിങ്ങളുണ്ടോ അങ്ങനെ? ബ്രഷ് ചെയ്യുന്ന ടൈം മുഴുവൻ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യരുതല്ലേ? ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക? വെള്ളം കളയുക. Then നെക്സ്റ്റ് കണ്ടോ? എന്താണ് the second picture? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ചിത്രമൊക്കെ. എന്താണ് ഇതിൽ പറയുന്നത്?
എന്താണ് ഫാത്തിമ ജാബർ ആ രണ്ടാമത്തെ ചിത്രത്തില്? അതെന്താണ്? വാഷ് ചെയ്യുന്ന കൈ. യെസ്, വാഷ് അവർ ഹാൻഡ്സ് അല്ലേ? കൈകൾ വാഷ് ചെയ്യാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് യൂസ് ചെയ്തിട്ട് കൈ കഴുകി കയ്യിലൊക്കെ സോപ്പ് തേച്ച് വൃത്തിയാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആവശ്യമില്ലാതെ വെള്ളം ഓൺ ചെയ്ത് കളയാതെ ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അല്ലേ? സോ ആ സമയത്തും എന്ത് ചെയ്യുക? ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ ബ്രഷ് അവർ ടീത്ത് ആണ്. സെക്കൻഡ് എന്താണ്? ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? വെള്ളം ആവശ്യമില്ലാതെ തുറന്നു കളയരുത്. ആവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിക്കുക. സെക്കൻഡ് വണ്ണിലും എന്താണ്? വാഷ് അവർ ഹാൻഡ്സ് ആണ്. വെൻ വി വാഷിംഗ് അവർ ഹാൻഡ്സ് ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, ഓൾവേസ് ഓഫ് ദ ടാപ്പ് വെൻ വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, കൈകൾ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുക? സോപ്പൊക്കെ തേക്കുന്ന സമയത്ത് വെള്ളം അവിടെ ഓഫ് ചെയ്ത് വെക്കുക അല്ലെ? എന്ത് കഴുകാറാവുമ്പോൾ വാഷ് ചെയ്യാനാവുന്ന സമയത്ത് വെള്ളം ഓൺ ചെയ്യുക അല്ലെ? ദെൻ തേർഡ് വൺ, തേർഡ് പിക്ചർ എന്താണ്? തേർഡ് പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? വൈഗ, എന്താണ് അതാ മൂന്നാമത്തെ പിക്ചർ? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു അല്ലേ? എന്ത് വെള്ളം ഒഴിക്കുന്നേ? എന്ത് വെള്ളാണ്? എവിടെയുള്ള വെള്ളാണ് ഒഴിക്കുന്നേ? വാട്ടർ ബോട്ടില്. ആ, വാട്ടർ ബോട്ടിലുള്ള വെള്ളം ആണല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മള് സ്കൂളിലൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് തന്നു വിടുന്ന വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കാതെ കൊണ്ടുവരും അല്ലേ? എന്നിട്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ട് നിലത്തൊക്കെ ഒഴിച്ച് വെറുതെ കളയാതെ എന്ത് ചെയ്യണം? എവിടെ ഒഴിക്കണം? ചെടികളിലോ ചെടിച്ചട്ടിയിലോ പൂക്കൾക്കോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക അല്ലേ? So do not waste leftover water in the water bottle. So it is pour into a flower pot or a plant അല്ലേ? എപ്പോഴും അത് എന്ത് ചെയ്യുക? ഒന്നുകിൽ ചെടിക്കോ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടികൾക്കോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക അല്ലേ? വാട്ടർ ബോട്ടിലുള്ള വെള്ളം ബാക്കി വന്നാൽ നമ്മൾ വീട്ടിലെത്തി അമ്മ കണ്ടാൽ വഴക്ക് പറയുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒഴിച്ച് കളയും. അങ്ങനെ ചെയ്യരുത്. സ്കൂളിലൊക്കെ പോയിട്ട് കൊണ്ടുവന്ന വെള്ളത്തിൽ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. Then last picture, എന്താ അത് ലാസ്റ്റ് വൺ? എന്താ നിതാഷ ലാസ്റ്റ് കാണുന്ന ചിത്രം? കുളിച്ച് കഴിയുമ്പം പിന്നെ വെള്ളം കുറേയായിട്ട് പൈപ്പ് ഓഫ് ആക്കണം. ആ, കുളിക്കാൻ വേണ്ടിട്ടാവുമ്പോ ഹെൽപ്പ് ചെയ്യാൻ. ആ, അപ്പൊ കുളിക്കാൻ പോകുമ്പോ എന്ത് ചെയ്യാ? നിതാഷ പറഞ്ഞതുപോലെ കുറെ വെള്ളം ആവുമ്പോ പൈപ്പ് ഓഫ് ചെയ്തിട്ട് വെള്ളം കളയരുത്. മാത്രമല്ല എന്ത് ചെയ്യുക? ഇതുപോലെ ബക്കറ്റും മഗ്ഗും ഉണ്ട് അല്ലേ? അവിടെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കപ്പ് കൊണ്ട് എടുത്ത് കോരിയിട്ട് മാത്രം കുളിക്കുക അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഷവറൊക്കെ ഓൺ ചെയ്തിട്ടിട്ട് കുളിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ ബക്കറ്റിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് കുളിക്കുക എന്നാ പറയുന്നത്. കാരണം ഷവറിലൊക്കെ എന്താണ് ഒരുപാട് വെള്ളം വരും അല്ലേ? കുറേ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്തിട്ട് കുളിക്കുക അല്ലേ? അല്ലാതെ ഷവറൊക്കെ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് വെള്ളം അങ്ങനെ കളയരുത് എന്നാണ് പറയുന്നത്. സോ ഇവര് വെള്ളം സേവ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും വെള്ളം സേവ് ചെയ്യണം അല്ലേ? ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യുമ്പോഴും കൈകളൊക്കെ വാഷ് ചെയ്യുമ്പോഴും പൈപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ വാട്ടർ എവിടെ ഒഴിക്കുക? ചെടികൾക്കും ചെടിച്ചട്ടിയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. കുളിക്കുമ്പോൾ എന്ത് ചെയ്യുക? ബക്കറ്റിൽ വെള്ളം പിടിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് കുളിക്കുക കേട്ടോ? Then ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. Then next പേജിൽ take the drop to the bucket എന്ന് പറഞ്ഞിട്ട് ഒരു പസിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലൈൻ വരച്ച് മാച്ച് ചെയ്യാനാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് നെക്സ്റ്റ് പേജിലാണ് 114ൽ take the drop to the bucket. അവിടെ ഒരു വെള്ളത്തിന്റെ ഡ്രോപ്പ് ഉണ്ട്, വെള്ളത്തുള്ളി ഉണ്ട്. അത് നമ്മൾ എവിടെ എത്തിക്കണം? ബക്കറ്റിൽ എത്തിക്കണം അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡിറ്റേഷൻ വേർഡ്സ് ഉണ്ട്. പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ, ഫ്രൂട്ട് ഡിറ്റേഷൻ വേർഡ് ആണ്. അടുത്ത ക്ലാസ്സിൽ മിസ് ഇത് എഴുതാൻ പറയും കേട്ടോ. സോ മിസ് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യട്ടെ?